കർഷക ലോകം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ ഒരു കർഷകൻ കണ്ടിട്ട് ചോദിച്ചു, റബ്ബറിന് വിലയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കുരുമുളക് റബ്ബർ ചെയ്യുന്നത്? റബ്ബർ വളം കൂടുതൽ വലിക്കില്ലേ? അതിനുള്ള ഉത്തരം ജോളിച്ചേട്ടൻ തന്നെ പറയും. നമുക്ക് ചോദിക്കാം. ജോളിച്ചേട്ടൻ, അതിനെപ്പറ്റി ഒന്ന് പറയാവോ? നമ്മുടെ റബ്ബർ വളം വലിക്കുമെന്ന് ഒരു കർഷകൻ ഇട്ടിട്ടുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാവോ? വിജി സാറേ, അതേ, നമ്മുടെ റബ്ബറിൽ ഇലയുണ്ടെങ്കിലാണ് കൂടുതലും വലിക്കുള്ളൂ. ഇപ്പം ഇലയില്ലല്ലോ. റബ്ബറിൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഇല ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വളം അധികം വലിക്കും. പിന്നെ കർഷകൻ ചോദിച്ചതും ശരിയാണ്, റബ്ബർ വളം വലിക്കില്ലെന്ന് ചോദിച്ചാൽ വലിക്കും, വലിക്കാണ്ടൊന്നും ഇരിക്കുകയല്ല. പക്ഷെ നമ്മുടെ റബ്ബറിൽ തന്നെയല്ലേ കൊടി നട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ റബ്ബർ വളം വലിക്കും. കർഷകൻ ചോദിച്ചത് ശരിയാണ്. എങ്കിലും റബ്ബറാണല്ലോ എടുക്കുന്നത്. അതിൽ റബ്ബറിനും നമുക്ക് ഗുണമുണ്ടല്ലോ. റബ്ബറിന് നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ റബ്ബറിനിപ്പോൾ 200 താഴെയുള്ളൂ. അപ്പം റബ്ബറിനൊരു 350 രൂപയൊക്കെ വില വരികയാണെങ്കിൽ നമുക്ക് റബ്ബറും വെട്ടാൻ കഴിയും. അതുകൊണ്ടുള്ള ഗുണമുണ്ട്. പിന്നെ ഈ റബ്ബർ കൊടി ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ഈ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ തണ്ട് വലിപ്പം വരുമ്പോൾ നമുക്കിത് പൊളിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് റബ്ബർ വെട്ടാനും സാധിക്കും. ജോളിച്ചേട്ടാ, കായ്ക്കുന്നതിന് മുമ്പ് ഇതിനെന്തൊക്കെ കേടുകളാണ് വരുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? വിജി സാറേ, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എൻ്റെ ഈ 100-200 കൊടിയിൽ ഒരെണ്ണത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പം തന്നെ എടുത്ത് കാണിച്ചു തരാം. ഈ ഇങ്ങനെ ഒരു മുഴ കാണാമല്ലോ അല്ലേ സാറേ? ഈ മുഴയ്ക്ക് നമ്മൾ എന്തും മരുന്നടിച്ചിട്ടും കാര്യമില്ല. ഈ കണ്ണി ഇവിടുന്ന് നല്ലോണം വളരും. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂട്ടി ഈ തണ്ട് ഞാൻ മുറിച്ചത്. ഇത് ഇവിടം വെച്ച് അടത്തി കളയണം. ഇതിന് എന്തും മരുന്നടിച്ചായിട്ടും കാര്യമില്ല. ഇതിൻ്റെ അകത്ത് പുഴു കയറിയിട്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പുഴു കയറി വരുന്ന ഒരു കേടാണ്. ഇതിന് നമ്മൾ എന്ത് മരുന്നടിച്ചാലും ഇതിൻ്റെ കേട് പോവില്ല. ഇത് സാറിനെ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് കാണാമല്ലോ, ഇതാണ് ഇതിൻ്റെ കേട്. ഇത് വളർന്ന് നല്ല തിരിയും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ കൊടിയുടെ തണ്ട് ഇതുപോലെ കണ്ണികൾ അടന്ന് താഴെ പോകും. അപ്പോൾ അതൊരു വലിയ കേട്. ഇത് എത്ര മരുന്നടിച്ചാലും സാറേ പോവുകയല്ല. ഇത് നമ്മൾ ഒരു തോട്ടിയും കൊണ്ട് മേലെ ഉള്ളത് കൈ എത്തിയല്ലെങ്കിൽ ഇത് ഇളം ഇതാണ്. അപ്പം തോട്ടിയും കൊണ്ട് അത് കണ്ടിച്ച് കളയണം. അത് കൂടുതലും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു രോഗമാണ്. ജോളിച്ചേട്ടാ, നമ്മൾ റബ്ബറിന് വില കൂടിയാൽ നമ്മളിതിനെപ്പറ്റി എന്ത് ചെയ്യും? നമ്മളിതിന് റബ്ബർ വെട്ടണമെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും? അതിന് വല്ല പ്രതിവിധിയുണ്ടോ? ഉണ്ട് സാറേ. ഇപ്പം നമുക്കൊരു 3.5 അടി ആയിട്ടിൽ ഇതൊരു 3 കൊല്ലം കഴിയുമ്പോൾ, ഒരു 2.5 കൊല്ലം 3 കൊല്ലം കഴിയുമ്പം നമ്മുടെ തള്ളവിരലിൻ്റെ വലിപ്പം വരും ഇതിൻ്റെ തണ്ട്. ഇപ്പം തന്നെ സാറ് നോക്കിക്കേ, നല്ല വലിപ്പം ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഈ പൊക്കത്തുനിന്ന് ഇതിൻ്റെ കണ്ണി കളയേണ്ട വന്നാൽ 2-3 എണ്ണം കളയണം. അതുപോലെ റബ്ബറിന് വിലയുണ്ടെങ്കിലേ ചെയ്യാവൂ. അല്ലെങ്കിൽ കുരുമുളകിനെക്കാട്ടിലും നഷ്ടമാണെങ്കിൽ ചെയ്യരുത്. ഇത് പൊളിച്ച് പതുക്കെ പൊളിച്ചിട്ട് അങ്ങോട്ട് മാറ്റി കെട്ടിയാൽ ഈ ഭാഗം കംപ്ലീറ്റ് നമുക്ക് വെട്ടാൻ കഴിയും. അത് കഴിഞ്ഞ് ഈ ഭാഗം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് വെട്ടാൻ നേരത്ത് അത് ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു വെട്ട് ഇതിൽ കിട്ടുന്നതല്ലേ സാർ? അപ്പോൾ നമ്മൾ ഈ കൊടിക്ക് വളവും ഇതെല്ലാം മരുന്നുകളൊക്കെ അടിക്കുന്നതുകൊണ്ട് നല്ല പാലും കിട്ടും. അപ്പോൾ ഒരു 3 കൊല്ലം നമ്മൾ എന്തായാലും റബ്ബർ വെട്ടാൻ പറ്റില്ല. 3 കൊല്ലം കഴിയാണ്ട് വെട്ടാൻ പറ്റില്ല. അപ്പോഴത്തേക്കിനും ഒരു 300 രൂപയെങ്കിലും വില വരണം സാർ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെട്ടുകൂലിയും നമ്മുടെ ആസിറ്റിൻ്റെ വില, സീറ്റടിക്കാൻ പോകുന്ന അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇപ്പോഴത്തെ ഈ 200 താഴെയില്ല നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ പണിയെടുക്കുന്നതിനുള്ള കൂലി കിട്ടുന്നു. വേറൊരാൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ വിജയിക്കും. അതല്ല, വേറൊരാളെ പണിക്ക് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടം വരുള്ളൂ. അതുകൊണ്ടാണ് കൊടിയിലോട്ട് ഇത്.